ഏഷ്യാനെറ്റ് വെക്കുന്നതാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. ഏഷ്യാനെറ്റിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ബ്രേക്കിംഗ് ന്യൂസ്. അപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ജെബി മേത്തർ സ്ഥാനാർത്ഥി. അപ്പോഴാണ് എനിക്കത് അറിയുന്നത് തന്നെ. അപ്പം അങ്ങനെ നമ്മൾ സ്ഥാനാർത്ഥിയാവുന്നു. പിറ്റേ ദിവസം, അതായത് ഒരു വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും തമ്മിലുള്ള ഗ്യാപ്പിനുള്ളിലാണ് തീരുമാനം വരുന്നതും. ശനിയാഴ്ച DGP ഓഫീസ് മാർച്ച്, ഞായറാഴ്ച ഞാൻ തിരിച്ചിവിടെ വന്ന് റിസൈൻ ചെയ്യാണ്. ഞായറാഴ്ച നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ സെക്രട്ടറി വന്നു അതിനായി. എന്നിട്ട് ഞാൻ റിസൈൻ ചെയ്തു. എന്ന് വെച്ചാൽ ലീഗൽ അഡ്വൈസ് അതാ അങ്ങനെ പറഞ്ഞത്, റിസൈൻ ചെയ്തിട്ട് നോമിനേഷൻ കൊടുത്താൽ മതി. തിങ്കളാഴ്ച പോയി നോമിനേഷൻ ഫയൽ ചെയ്യുന്നു. അപ്പോൾ വെള്ളിയാഴ്ചയുടെയും തിങ്കളാഴ്ചയുടെ ഇടയിൽ ഉള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് ആലുവ നഗരസഭയിൽ നിന്നും രാജ്യസഭയിലേക്ക് എന്നുള്ളൊരു ചേഞ്ച് ആ ഒരു വീക്കെൻഡിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ 2010 ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആലുവ നഗരസഭയിൽ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ കൈപ്പത്തി ചിഹ്നത്തിലാണല്ലോ നമ്മൾ മത്സരിക്കുന്നത്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അന്ന്. എൻ്റെ വാർഡിൽ നമ്മൾ ആദ്യമായിട്ട് പോസ്റ്ററൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു കൈപ്പത്തിയൊക്കെ വെച്ച് പോസ്റ്ററൊക്കെ മതിലെഴുതുന്നു. ഇതൊക്കെ ഇതും ഒരു പ്ലാൻ ചെയ്ത് ഞാൻ മത്സരിച്ചതൊന്നുമല്ല. ആ വാർഡ് കമ്മിറ്റി പേര് പറയുന്നു, തീരുമാനമെടുക്കുന്നു, അത് എല്ലാവരും അംഗീകരിക്കുന്നു, അങ്ങനെ മത്സരിച്ചത്. ഞാൻ അന്ന് എൻ്റെ അടുത്ത് ആ വാർഡിലുള്ളവരെ മുഴുവൻ എനിക്ക് അറിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ എല്ലാവരെയും ഒന്നും നേരിട്ട് അറിയില്ലായിരുന്നു. പക്ഷെ സംഘടനയുടെ ഭാഗമായി കോൺഗ്രസിൻ്റെ DCC ഓഫീസ് പണിയുന്നതിൻ്റെയൊക്കെ ഫണ്ട് പിരിവിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ അവിടെയുള്ള പ്രവർത്തകരോടൊപ്പം അവിടെയുള്ള എല്ലാ വീടുകളിലൊക്കെ അതിന് മുമ്പൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇലക്ഷൻ നിൽക്കുന്നത്. ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഞാൻ എല്ലാ വീടുകളിലേക്കും നമ്മൾ സ്ക്വാഡ് പോയത് കൂടാതെ തന്നെ നമ്മൾ ഒറ്റക്കും പോയി എല്ലാവരുമായിട്ട് ഒരുപാട് നേരമൊക്കെ സംസാരിച്ച് അവരെ ഞാൻ മനസ്സിലാക്കാനും എന്നെ അവർക്ക് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അന്നത്തെ ഒരു അത്ഭുതം, എല്ലാവർക്കും ഉള്ള ഒരു അത്ഭുതം എന്തായിരുന്നു വെച്ചാൽ, അന്നത്തെ വാർഡ് കൺവെൻഷൻ, അന്നൊരു ഷാജി ചേട്ടനാണ് വാർഡ് പ്രസിഡന്റ്. ഷാജി ചേട്ടൻ്റെ അധ്യക്ഷതയിലുള്ള എൻ്റെ വാർഡിൽ വെച്ച് നടന്ന വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വയലാർജിയാണ്. അപ്പം അത് തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടി. ഒരു മുനിസിപ്പാലിറ്റിയിലെ വാർഡ് കൺവെൻഷൻ, അതും പ്ലാൻ ചെയ്തൊന്നും ആയിരുന്നില്ല. അന്ന് അങ്ങനെ വാർഡ് കൺവെൻഷൻ എന്ന് പറയുന്നു, വയലാർജി അന്ന് സ്ഥലത്തുണ്ടാവുന്നു. അങ്ങനെ വയലാർജി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ജെബി മേത്തറുടെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. അപ്പോൾ അന്ന് റിസൾട്ടൊക്കെ സത്യം പറഞ്ഞാൽ വലിയ ടെൻഷൻ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ CPM ജയിച്ച വാർഡായിരുന്നു. CPM ജയിച്ച വാർഡിലാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ എന്താകും എന്നുള്ള ഒരു ആകാംക്ഷയൊക്കെ എല്ലാ സ്ഥാനാർത്ഥികളെയും പോലെ നമുക്കും ഉറപ്പില്ലല്ലോ, എന്താണ് എല്ലാവരും എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു. ഞാൻ ആദ്യം ഇലക്ഷൻ നിന്നപ്പോൾ ജയിച്ചത് 32 വോട്ടുകൾക്കാണ് ഞാൻ ജയിച്ചത്. അപ്പോൾ ആ ജയിച്ചതിനും ഞാൻ ആ തെരഞ്ഞെടുപ്പിനും ആ സമയത്തൊക്കെ ആ വാർഡിലെ ആളുകളായിട്ട് ഓരോരുത്തരുമായിട്ടും എനിക്കൊരു ഭയങ്കര ആത്മബന്ധം തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ടുള്ള ഈ വർഷങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരെക്കുറിച്ചും കൃത്യമായി അവരുടെ കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ഭാഗമായി ഞാൻ ആ വാർഡിലെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. അതിൽ ഇവൻ രാഷ്ട്രീയം പോലും നമ്മൾ ആ കാര്യത്തിലൊന്നും അവർ നമുക്ക് വോട്ട് ചെയ്തോ വോട്ട് ചെയ്തില്ലേ എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നത് ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ തീരുമാനമെടുത്തപ്പോൾ അതിൽ മത്സരിക്കുക എന്നുള്ള 2010, 2015, 2020. എന്താണെന്ന് വെച്ചാൽ ഇനി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിച്ചാലും ഈ ബയോഡേറ്റ ജെബി മേത്തറുടെ 3 പ്രാവശ്യം മത്സരിച്ച് വിജയിച്ചതാണ്, വൈസ് ചെയർപേഴ്സൺ ആയിരുന്നതാണ് എന്നുള്ളത് ആർക്കും ഇനി മാറ്റാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ല ഒരു പൊളിറ്റിക്കൽ നേർച്ചറിങ് ആണ്. നമ്മളിങ്ങനെ നേർച്ചർ ചെയ്ത് കൊണ്ടുവരികയാണ്, നമ്മൾ ക്ഷമ പഠിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും ഇടപഴകാൻ, അവരുടെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കാൻ, അവരെ ഒരു കുടുംബമായി കാണാൻ. ഞാൻ കൗൺസിലർ ആയിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഒരു ഹൗ ഓൾഡ് ആർ യു സിനിമ, മഞ്ജു വാര്യറുടെ സിനിമ അന്ന് റിലീസായി. ഞാൻ ഉടനെ തന്നെ വാർഡിലെ കുട്ടികളെയും വാർഡിലെ അമ്മമാരെയും സ്ത്രീകളെ എല്ലാവരെയും കൂട്ടി, എന്ന് വെച്ചാൽ അതൊരു മോട്ടിവേഷണൽ സിനിമ കൂടിയാണ്. എല്ലാവർക്കും ഈ സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട്, നമ്മളെപ്പോഴും ഒരു പിന്നിൽ നിൽക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണെന്നൊക്കെയുള്ള ചിന്താഗതി ഇപ്പോഴും എല്ലാവർക്കും ഉണ്ടല്ലോ.
ഞാൻ എല്ലാവരെയും കൂട്ടി ഇവിടെ ആലുവയിൽ തന്നെ സിനിമക്കൊക്കെ പോയി. അതായത് അങ്ങനെ പോലുമുള്ള ഒരു ബന്ധം ആ വാർഡിലുള്ളവരായിട്ട് അവരോടൊപ്പമാണ്. അവിടുത്തെ ഒരു വീട്ടിൽ ഉള്ള കുട്ടികളുണ്ട്, അവരോടൊപ്പമാണ് 2010 മുതൽ ഇപ്പോൾ MP ആയി കഴിഞ്ഞതിന് ശേഷമുള്ള 3 ന്യൂ ഇയറും ഞാൻ ആ വീട്ടിൽ ആ കുട്ടികളോടൊപ്പം. ആ കുട്ടികളൊക്കെ ഇപ്പോൾ വലുതായി, പക്ഷെ ഒരു ആ കുടുംബത്തോടൊപ്പമാണ് ഞാൻ ആ രാത്രി 12 മണിക്ക് ഇത്രയും വർഷമായിട്ട്. കൗൺസിലർ എന്ന സ്ഥാനം മാറി MP ആയപ്പോഴും ഞാൻ ആ വീട്ടിൽ തന്നെ. അവരെന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നു, എൻ്റെ മനസ്സും അത് തന്നെയാണ് പറയാറുള്ളത്. വേറെ ഏതെങ്കിലും വലിയ വലിയ സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാൾ ഞാൻ ആ കൊച്ചു വീട്ടിൽ പോയി. അവർ കേക്ക് അറേഞ്ച് ചെയ്യും. പണ്ടൊക്കെ ചെറിയൊരു കേക്കായിരുന്നു, ഇപ്പൊ കേക്കിന്റെ സൈസ് കൂടി, ഇപ്പൊ പാട്ടിന്റെ ശബ്ദം കൂടി, ലൈറ്റിന്റെ ഇലൂമിനേഷൻ കൂടി. അവരത് അത്രയും നന്നായി അവർ ചെയ്യുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് ഓരോ വീടുമായിട്ടുള്ള ഒരു പോറ്റി മുത്തശ്ശൻ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, മരിച്ചുപോയി. ആ പോറ്റി മുത്തശ്ശൻ പാറാട്ട് ലൈൻ എന്ന വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ എനിക്ക് പൂ കൊണ്ടുവന്ന് തരും. പോറ്റി മുത്തശ്ശൻ്റെ ഒരു നേച്ചറാണ്. എനിക്ക് മാത്രമല്ല, പോറ്റി മുത്തശ്ശൻ വീട്ടിലുണ്ടാവുന്ന പൂ പറിച്ചുകൊണ്ട് ആ വഴിയിലുള്ളവർക്ക്, അപ്പം എന്നെ കാണുമ്പോൾ ഒരുപാട് സ്നേഹത്തിൽ തരും. പോറ്റി മുത്തശ്ശൻ്റെ ഭാര്യ പോറ്റി മുത്തശ്ശി ഭയങ്കര സുന്ദരിയാണ്. പ്രായമായാലും ഞാൻ എപ്പോഴും പറയും, മുത്തശ്ശി എന്തൊരു സുന്ദരിയാണ് പോറ്റി മുത്തശ്ശി എന്ന് പറയുമ്പോൾ ആ നാണവും. ഞാൻ പറയുന്ന ഓരോരുത്തരുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു പഞ്ചായത്ത് മെമ്പർക്കോ ഒരു കൗൺസിലർക്കോ മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. ബാക്കി ഇനി നമ്മൾ ഏതൊക്കെ തലങ്ങളിലേക്ക് പോയാലും ആളുകളായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം അതൊക്കെ ഞാൻ അതെല്ലാം ആസ്വദിച്ചിരുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ വിളിച്ച് പറയുമ്പോഴും നമ്മളാൽ കഴിയും വിധം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് നമ്മളെന്നും ശ്രമിച്ചിട്ടുള്ളത്. ഈ പോറ്റി മുത്തശ്ശിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്രയും വയസ്സുള്ള പോറ്റി മുത്തശ്ശിക്ക് പുതിയതായിട്ടുള്ളൊരു ക്ലീനർ കിട്ടി. അതായത് നമ്മുടെ ഫ്ലോറ് ക്ലീൻ ചെയ്യുന്ന മെഷീൻ പോലത്തെ ഒരു സാധനം ഇങ്ങനെ തിരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് പോറ്റി മുത്തശ്ശി എന്നെ അത് കാണിച്ചു തന്നതൊക്കെ. ഞാനത് അവർ രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിക്കണല്ല, പക്ഷെ അവരെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് അവർ വിട്ടുപോയെങ്കിലും അവരെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീട്ടിലെ കുടുംബാംഗത്തെ പോലെ നമ്മൾ അവരെയൊക്കെ കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഈ പറഞ്ഞ തന്നെ ആലുവ നഗരസഭയുടെ ഒരു തലത്തിൽ നിന്നും പന്നിലേക്ക് എത്തിയിട്ടുള്ള അതൊരു ഭയങ്കര ഒരു ഞാൻ പറയുന്നത് ഒരു അൺബിലീവബിൾ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആ പാർലമെന്റിൽ പോയി രാജ്യസഭയിൽ പോയി ഇരുന്നപ്പോഴും അപ്പോൾ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അതായത് ഈ ഇലക്ഷൻ്റെ ജെബിയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജില്ലാ പ്രസിഡന്റിനെ എൻ്റെ തിരുവനന്തപുരം ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി, ചേച്ചി എന്നൊന്ന് പിച്ച്, ഇതൊക്കെ സത്യമാണോ സ്വപ്നമാണോ എന്താണ് എന്ന് പറഞ്ഞ ആ ഒരു ചിന്ത ഞാൻ രാജ്യസഭയിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് ആ സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ സീറ്റിൽ വന്നിരുന്നപ്പോൾ എനിക്ക് അപ്പോഴും യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്നത് ആരെയാ? മുമ്പിൽ കാണുന്നത് പി ചിദംബരം ഇരിക്കുന്നു, മല്ലികാർജുൻ ഖാർഗെജി ഇരിക്കുന്നു, ജയറാം രമേശ് ഇരിക്കുന്നു, KC വേണുഗോപാൽജി ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കൂടെയാണോ ഞാൻ ഇരിക്കുന്നത്? ഞാൻ ബാക്ക് സീറ്റിലാണ്. എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സിറ്റിംഗ് പ്രോട്ടോക്കോൾ നമ്മളുടെ ഒരു സീനിയോറിറ്റിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ എൻ്റെ മുന്നിലിരിക്കുന്നവരൊക്കെ ആരൊക്കെയാണ്? ഇത്രയും നാൾ ഞാൻ ആരുടെ കൂടെയാണ് ഇരുന്നിരുന്നത്? നമ്മൾ പോലും വിചാരിക്കാതെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ആ ഒരു തലങ്ങളിലേക്ക് വന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും അതിനെ പറയുന്നത് ഒരു അൺബിലീവബിൾ തന്നെയാണ്, അവിശ്വസനീയമാണ്. ഇവിടെ നമ്മൾ ഇരുന്നിരുന്ന സ്ഥലവും നമ്മൾ എത്തിച്ചേർന്ന സ്ഥലവും എന്നുള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ആ ജെബിയും ഈ ജെബിയും തമ്മിൽ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ജെബി മാറി എന്ന് പറയിപ്പിക്കരുത് എന്നുള്ളൊരാഗ്രഹം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ആ ജെബിയും ഈ ജെബിയും തമ്മിൽ ഇരിക്കുന്ന സ്ഥലം മാറിയാലും ജെബി എന്ന വ്യക്തി മാറിയിട്ടില്ല. ജെബീനെ എങ്ങനെയാണോ എല്ലാവരും ആ കൗൺസിലറായി കണ്ടത്, വൈസ് ചെയർപേഴ്സണായി കണ്ടത്, രാജ്യസഭ MP ആവുമ്പോഴും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ കണ്ടാൽ മതി എന്നുള്ള, MP ആവുമ്പോൾ വേറൊരു തരത്തിൽ, അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ്. രാജ്യസഭയിൽ ഏറ്റവും ആദ്യം ഞാൻ അവതരിപ്പിച്ചത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. എൻ്റെ ആദ്യത്തെ 0 അവർ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ
വരച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. വിഴിഞ്ഞം ആ കോൺക്രീറ്റ് ബിൽഡിങ്ങിലൊക്കെ കഴിയേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച്, അവരുടെ മണ്ണെണ്ണയ്ക്ക് വില കൂടുന്നതിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയെക്കുറിച്ച്, അവരുടെ പട്ടിണിയെക്കുറിച്ച്, അതൊക്കെയാണ് ഏറ്റവും ആദ്യം സംസാരിച്ചത്. പിന്നീട് ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് പറയാനുള്ള കേരളത്തിൻ്റെ കാര്യങ്ങൾ, അത് കേരളത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ എന്നും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ദേശീയ വിഷയങ്ങളെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് ഒരു നമ്മുടെ ഒരു മതേതരത്വ കാഴ്ചപ്പാടെല്ലാം നിലനിർത്തേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്ന ഒരു പ്രൈവറ്റ് ബില്ല്, അത് ഒരു പ്രൈവറ്റ് ബില്ലായി അവതരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചപ്പോൾ അതിനെതിരെയൊക്കെ ശക്തമായി പ്രസംഗിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതേപോലെ തന്നെ സാമ്പത്തിക എക്കോണമിയെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം അവിടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അംഗൻവാടി തൊഴിലാളി ടീച്ചർമാരുടെ ഹെൽപ്പർമാരുടെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച്, സ്ത്രീ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും എപ്പോഴും പ്രാധാന്യം നൽകാൻ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ കേരള ഫോക്കസ്ഡ് ആണ് കൂടുതലും. എന്താ വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള ഒരു MP എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ഓരോ വയനാടിനെ കുറിച്ച്, വയനാട് ദുരന്തമുണ്ടായ രാവിലെ നമ്മൾ രാജ്യസഭയിൽ ഞാൻ അത് സംസാരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വയനാടിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ള അവസരം പിന്നീടും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട വിഷയം, എന്തിന് എമ്പുരാനെ കുറിച്ച് പോലും, അതായത് നമ്മുടെ ഒരു മലയാളം സിനിമ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് കാര്യങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാൻ. പിന്നെ ചോദ്യങ്ങളാണെങ്കിലും കേരള ഫോക്കസ്ഡ് ആണ്. എൻ്റെ ചോദ്യങ്ങളൊന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, എൻ്റെ രാജ്യസഭാ റെക്കോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെ, അതിപ്പോൾ ശബരി റെയിൽപാതയാണെങ്കിലും എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും കൂടുതൽ കേരള ഫോക്കസ്ഡ് ആയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഫാമിലി എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് കാർഡിയോളജിസ്റ്റാണ്. അതുകൊണ്ട് ഹസ്ബൻഡിന് ഒട്ടും സമയമില്ല. ഹസ്ബൻഡ് ICU, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ഗോൾഡ് മെഡലിസ്റ്റ് ടൈപ്പാണ്. പഠിക്കുമ്പോഴേ ഗോൾഡ് മെഡലിസ്റ്റ് ടൈപ്പും ഭയങ്കര കുറച്ച് അക്കാഡമിക് ഇതിനൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ട് ഭയങ്കര വായന, ഭയങ്കര റീഡിങ്, അങ്ങനെ ഫോക്കസ്ഡാണ് ചെയ്യുന്നതായത്. ഇപ്പോൾ ഈ ഹാർവേഡിൽ പോയി പ്രസൻറ്റേഷൻ, അങ്ങനത്തേക്കൊരു തരത്തിൽ ജേർണൽസ് എഴുതുക. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു പാഷൻ എന്താണോ അതനുസരിച്ച് ഞാൻ പോകുന്നു. അതിന് ടൈമൊക്കെ ഇനി ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഫാമിലി ആയിട്ടുള്ള ടൈം ഈ സാഹസയാത്രയിൽ ഉള്ള, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മകൻ 12ാം ക്ലാസ്സിലാണ് ഇപ്പോൾ. ഈ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിക്ക് ഒരമ്മ നൽകേണ്ട സമയം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ പൂക്കോട് വെറ്റിനറി കോളേജിലെ ആ വിഷയം വന്നതും ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും മഹിളാ കോൺഗ്രസ് പ്രസിഡൻറ്റും KSU പ്രസിഡൻറ്റും കൂടി അനിശ്ചിതകാല നിരാഹാര സമരം ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുമ്പോൾ എൻ്റെ മകൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കുന്നു ആ കുട്ടിയുടെ അമ്മ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിബദ്ധത രാഷ്ട്രീയമൊക്കെ ആയിട്ട് ഉണ്ട് എന്നുള്ളൂ. പക്ഷെ എൻ്റെ മകന് ഞാൻ MP ആണ് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അന്ന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ കുട്ടി മാത്രമാണ് കുറച്ച് സങ്കടത്തിൽ പറഞ്ഞത്, കൗൺസിലർ സ്ഥാനം രാജിവെക്കണ്ട ഉമ്മ എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നത്, കൗൺസിലർ ആണെങ്കിൽ ആ വാർഡിലെങ്കിലും ചിലവഴിക്കാനുള്ള കുറച്ച് സമയം വീട്ടിലുണ്ടാകുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു ആ കുട്ടിക്ക്. പക്ഷേ ഡൽഹിയിൽ സത്യപ്രതിജ്ഞക്കൊക്കെ ഇവരും വന്നിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മകനും കുറച്ച് MP കൊള്ളാം എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ അവരൊക്കെ വളരെ അഡ്ജസ്റ്റിംഗ് ആണ്. എൻ്റെ മകനും എൻ്റെ ഹസ്ബൻഡും മാത്രമല്ല, ഞാൻ കല്യാണം കഴിച്ച് എന്ന ഒരു ഫാമിലി. നേരത്തെ ഞാൻ എൻ്റെ കുടുംബത്തിനെ പറ്റി പറഞ്ഞു, രാവിലെ മുതൽ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവരൊക്കെ അങ്ങനെ രാഷ്ട്രീയ ഫാമിലിയൊന്നുമല്ല.
പക്ഷേ എൻ്റെ മകൻ ചെറിയ എനിക്ക് തോന്നുന്നു ഒരു വയസ്സ് 2 വയസ്സുള്ളപ്പോഴൊക്കെയാണ് ഞാൻ ഈ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിട്ടൊക്കെ നടക്കുമ്പോൾ ദേശീയ തലത്തിലും ഒക്കെ പോകുമ്പോഴും ആ കുട്ടിയെ നോക്കാൻ ആ ഫാമിലി ഉണ്ട് എന്നുള്ള ഒരു സമാധാനത്തിൻ്റെ പുറത്ത് തന്നെയാണ് നമുക്കിതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഫാമിലി സപ്പോർട്ട് വനിതകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ മനസ്സമാധാനം ഇല്ലെങ്കിൽ നമ്മളൊരു പൊതുപ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം ആത്മാർത്ഥതയോടെ ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് സംശയമാണ്. നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി മീറ്റിംഗ് ഇരിക്കുമ്പോൾ മോൻ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടാവോ എന്നൊന്നും എനിക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ കുട്ടിക്ക് ഇനി ഭക്ഷണം 2 വയസ്സുള്ളപ്പോൾ വാരിക്കൊടുക്കുമ്പോൾ വല്ലപ്പോഴും ഒന്ന് വാരിക്കൊടുക്കുമ്പോൾ ആ കുട്ടി കഴിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നത്, മോനെ, ഈ രാജ്യത്ത് എത്ര പട്ടിണിയുള്ളവരുണ്ടെന്നറിയോ, എത്ര ആളുകൾക്ക് ഭക്ഷണമില്ലാത്തവരുണ്ടെന്നറിയോ, വിശപ്പിന്റെ വില അറിയോ, അപ്പൊ ഇതറിയുമ്പോൾ മോൻ കഴിച്ചോ എന്ന് പറഞ്ഞ് ഈ 2 വയസ്സുള്ള കുട്ടീനോട് ഇന്ത്യയിലത്തെ അവസ്ഥയൊക്കെ പറഞ്ഞ് ഞാനിരുന്ന് കഴിക്കും. പക്ഷേ എൻ്റെ വീട്ടിലെ ഇഷാമിൻ്റെ ഉമ്മ എന്ന് പറയുന്ന ആ ഉമ്മ ശരിക്കും പറഞ്ഞാൽ മകന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അത്രയും ഭക്ഷണം ആ കുട്ടിക്ക് കൊടുത്തിരിക്കും. ആ കുട്ടി കൊടുത്ത് കഴിഞ്ഞ് തീർന്നാലേ ഉമ്മ കഴിക്കുള്ളൂ. അപ്പൊ അത്രയും ഒരു എൻ്റെ മകനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട അവസ്ഥ ഇല്ലാത്ത ഒരു ഇക്കോസിസ്റ്റം എൻ്റെ വീട്ടിലുണ്ടായത് വളരെ എൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ഒരു സഹായകരമാണ്. ആ ഫാമിലി, ഡോക്ടർ അഹമ്മദ് എന്ന് പറയുന്നത് കാരോത്തുഴി ഫാമിലി, ആലുവയിലെ തന്നെ എല്ലാം അവിടെ രാവിലെയുള്ള തിരക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്രയും അങ്ങനെ ഒരു ഫാമിലി പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയും നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു പ്രോത്സാഹനമൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറവാണ്. എങ്കിൽ പോലും എൻ്റെ ആ ഫാമിലി സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഒഫീഷ്യൽ ഭാരവാഹിത്വത്തിലേക്ക് വന്നത് അതെ അത് അല്ല, രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് നമ്മളിങ്ങനെ ഇതിൽ നടക്കുന്നതും ഒഫീഷ്യൽ ഭാരവാഹിത്വം വരുന്നതും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. കുറെ നാൾ നമ്മൾ ഭാരവാഹിത്വം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഓരോ പരിപാടികളുടെ ഭാഗമായി നടക്കുന്നു. അതിനുശേഷം ഒരു 2000 പഠനം കഴിഞ്ഞിട്ട് തന്നെയാണ്. പഠനത്തിന് മുമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ KSUവിന്റെ സംഗമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോളേജ് തലത്തിൽ പൊളിറ്റിക്സ് ആയിട്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തലത്തിലുള്ള പൊളിറ്റിക്സ് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അവിടെ കോളേജിന്റെ അവിടുത്തെ പ്രസിഡന്റ് അങ്ങനെയുള്ള ഒഫീഷ്യൽ പോസ്റ്റിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ ഉള്ള ഞാൻ സ്കൂളിലൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ പ്രോഗ്രാം കോർഡിനേഷനും പരിപാടികളും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ് അതൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അവിടെ ഒരു പൊളിറ്റിക്കൽ കളർ അതിന് ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ ഇപ്പോൾ ഓണം വന്നു കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ നമ്മൾ ഓണപ്പൂടുന്നു, നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിക്കുന്നു. അങ്ങനെയുള്ള തലത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കോളേജ് മാഗസിൻ കൊണ്ടുവരുന്നു, അങ്ങനെയുള്ള തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പൊളിറ്റിക്കൽ ഇതായിരുന്നില്ല ആ കോളേജിൻ്റെ ഒരു രീതി. പക്ഷേ യൂത്ത് കോൺഗ്രസിൽ പഠനം കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഒരു 2009 യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്. അതാണ് എൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ പോസ്റ്റ്, ആലുവ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്. ആ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയപ്പോൾ ഇവിടെ ബ്ലോക്ക് സമ്മേളനത്തിൽ ആദ്യമായി ഞാൻ പ്രസംഗിച്ചത് ഒരു പൊതുസമ്മേളനം റെയിൽവേ സ്റ്റേഷൻ മൈതാനിയിൽ ഞാൻ പ്രസംഗിച്ചത് രമേശ് ചെന്നിത്തല അന്ന് KPCC പ്രസിഡന്റാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആ യോഗത്തിൽ സ്വാഗതം പറഞ്ഞത് അന്നത്തെ ഏക വനിതാ വൈസ് പ്രസിഡന്റായ ജെബി മെത്രാണ്. എൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗം എന്ന് വേണമെങ്കിൽ അതിനെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. ഗോഡ്ഫാദർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആലുവയിൽ നിന്ന് പറയുമ്പോൾ ആ തലത്തിൽ ശരിക്കും പറഞ്ഞാൽ MO ജോൺ എന്ന് പറയുന്ന വ്യക്തി അതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പ്രവർത്തനത്തിൽ, മുനിസിപ്പൽ രാഷ്ട്രീയത്തിൽ, ആ തലത്തിലൊക്കെ ജോണേട്ടൻ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ജോണേട്ടൻ്റെ കൂടെയുള്ള ഒരു ഈവൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നുള്ളതൊക്കെ നിന്നിരുന്നത് ഞാനൊരു സ്റ്റുഡൻറ്റിനെ പോലെ നിന്നിരുന്നത്. അദ്ദേഹമൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ്, പലവട്ടം ചെയർമാൻ ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ ആ ഒരു കാലഘട്ടം
LLB പോയത് ഒരു അങ്ങനെ LLB പഠിച്ചൊരു വക്കീലാവണമെന്ന് ആഗ്രഹത്തിലൊന്നും അല്ലായിരുന്നു. അല്ല, ഞാനങ്ങനെ ഒരു 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ വക്കീലാകാൻ അങ്ങനെ ഒരു ആലോചിച്ച് വക്കീലായ ഒരാളല്ല. ഞാൻ 12th കഴിഞ്ഞപ്പോൾ എന്ത് പഠിക്കണം എൻ്റെ മുമ്പിൽ 2 ചോയ്സാണ് ഞാൻ വെച്ചിരുന്നത്. ഒന്ന് LLBയും ഒന്ന് BCom. പൊതുവേ നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവരും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നല്ലെങ്കിൽ BCom അല്ലെങ്കിൽ LLB എന്നുള്ള തരത്തിലേക്ക്. പിന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ LLB എന്ന് ഞാനൊന്ന് സ്വയം തീരുമാനമെടുക്കുകയായിരുന്നു. LLB എടുത്തു കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരാണ് പഠിച്ചത്. LLB പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്താ വെച്ചാൽ സ്കൂളിലാണെങ്കിലും സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും ഹിസ്റ്ററിയും അതേപോലെ പൊളിറ്റിക്കൽ സയൻസൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളിൽ പെട്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോ പഠിച്ചു കഴിഞ്ഞ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ LLM ചെയ്യുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്. അത് LLBക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു, ഭരണഘടനയായിരുന്നു. LLMനും കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അപ്പോൾ LLM ഒക്കെ കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ 3 വർഷം നളിനി ചിദംബരത്തിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഒരു സീനിയർ അഡ്വക്കേറ്റിന് കീഴിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അന്നത്തെ എൻ്റെ ഒരു ഫോക്കസ് എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തത് നളിനി ചിദംബരം മാഡം എത്രത്തോളം കുറവ് അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതിലായിരുന്നു എൻ്റെ ആവേശം. അതായത് എത്രത്തോളം കുറേ എഡിറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ കൊടുത്തത് വളരെ കുറച്ച് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വളരെ കുറച്ച് ഉൾപ്പെടുത്താൻ പറയണം. അതിൽ ഞാൻ ത്രില്ല് കണ്ടെത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ ചെന്നൈയിൽ ഹൈക്കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതേപോലെ സുപ്രീം കോർട്ടിലും നളിനി ചിദംബരം മാഡത്തിനോടുള്ള അവിടുത്തെ ഒരു എക്സ്പോഷറും വളരെ വലുതായിരുന്നു. വെച്ചാൽ മറ്റ് സീനിയർ അഡ്വക്കേറ്റ്സിനെയും സോളി സൊറാബ്ജിയെ പോലെയുള്ളവരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള കേസുകളിൽ ഒരുമിച്ചുള്ള ബ്രീഫിംഗ്, അങ്ങനത്തെ ഒരു എക്സ്പോഷറും അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പല കർണാടക ഹൈക്കോർട്ട്, ഹൈദരാബാദ്, അവിടെയൊക്കെ തന്നെ നളിനി ചിദംബരം മാഡത്തിൻ്റെ കൂടെ പല പ്രാവശ്യം ആ ഹൈക്കോടതികൾ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം KP ദണ്ഡപാണി സാറും സുമതി ദണ്ഡപാണി 2 സീനിയർ അഡ്വക്കേറ്റ്സിൻ്റെ കൂടെ അവർ പിന്നെ വീണ്ടും ഞങ്ങളുടെ ഒരു എൻ്റെ ഫാമിലിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും വളരെ പ്രൊഫഷണലായി തന്നെയാണ് ഞാൻ അവരോടൊപ്പം പ്രാക്ടീസ് ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാഫ് വളരെ എവിഡൻ്റ് ആയിരുന്നു. അതായത് 100% പ്രാക്ടീസിൽ നിന്ന് ആ ഒരു 10% പൊളിറ്റിക്സ്, 90% പ്രൊഫഷൻ, പിന്നെ അത് 80-20 ആയി, പിന്നെ അത് 70-30 ആയി, പിന്നെ 50-50 ആയി. അങ്ങനെ അങ്ങോട്ടൊരു ഷിഫ്റ്റാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഞാനെന്നാൽ ഇനി പ്രൊഫഷൻ ഇല്ല, ഞാനിനി ഫുൾ പൊളിറ്റിക്സ് ആണ് എന്ന് പെട്ടെന്ന് തീരുമാനമെടുത്തതായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇതെല്ലാം ലിങ്ക്ഡാണ്. ഇങ്ങനെയൊക്കെ നടക്കാൻ, സംഭവിക്കാൻ ആരോ സെറ്റ് ചെയ്ത് വെച്ച പോലെ സംഭവിച്ചതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതല്ലാതെ നേരത്തെ തന്നെ ഞാൻ ലോ എടുത്തു കഴിഞ്ഞ് LLM എടുത്തു കഴിഞ്ഞാൽ നളിനി ചിദംബരത്തിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് ദണ്ഡപാണി സാറിൻ്റെയും സുമതി മാമിൻ്റെയും കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച് അത് കഴിഞ്ഞ് രാജ്യസഭയിൽ എത്തുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ സഹായകരമായിരിക്കും എന്നൊന്നും ഉദ്ദേശിച്ച് ഞാനൊരു ലോയോ LLBയോ ഒന്നും ഞാൻ സെലക്ട് ചെയ്തതല്ല. ആലുവയുടെ ഒരു പൊതുവായ ഗതാഗത നിയന്ത്രണമാണെങ്കിലും അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ ഫുട്പാത്തുകളാണെങ്കിലും കുറിച്ചൊക്കെ അതിൻ്റെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡച്ചസ് ഓഫ് കോൺവാൾ ഇവിടെ വന്നിരുന്നു. ഈ ആലുവ പാലസിൽ തന്നെ വന്ന് കുടുംബശ്രീ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ. അത് അന്നത്തെ കുടുംബശ്രീക്കാർക്ക് അതൊരു വലിയ അവിസ്മരണീയമായ ഒരു മുഹൂർത്തം തന്നെയായിരുന്നു. അന്ന് പ്രിൻസ് ചാൾസും കേരളത്തിൽ വന്നപ്പോൾ ഈ ആലുവ മുനിസിപ്പാലിറ്റിയുമായിട്ടുള്ള ഒരു ആലുവ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള ഒരു പ്രിൻസ് ചാൾസിൻ്റെ തന്നെ ഒരു ഓർഗനൈസേഷൻ ഇൻറ്റ്ബൗ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഈ ആർക്കിടെക്ചറൽ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആലുവയുടെ ഒരു ഹെറിറ്റേജ് ആംഗിളും കൂടിയൊക്കെ കവർ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് UK ഞങ്ങൾക്ക് ക്ഷണം കിട്ടി. ഞങ്ങൾ സെൻറ്റ് ജെയിംസ് പാലസിലൊക്കെ. അപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ ഒരു ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു. ഒരു പ്രിൻസ് ചാൾസിൻ്റെ ഗസ്റ്റായിട്ട് അന്നത്തെ ചെയർമാൻ MT ജേക്കബ് MLA, ഞാൻ, ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ പോയി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരൊരു റിപ്പോർട്ടൊക്കെ, ഒരു മാസ്റ്റർ പ്ലാനൊക്കെ സബ്മിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഇടയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു സ്ത്രീ എന്ന നിലയിൽ ശ്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്?
അതുപോലെ തന്നെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഈ രാഷ്ട്രീയ രംഗത്തും കുടുംബ രംഗത്തുണ്ടായ ഏതെങ്കിലും തരത്തിൽ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്? സ്ത്രീ എന്ന തലത്തിൽ പോസിറ്റീവ് വശങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കാണ് കൂടുതൽ അവസരങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിക്കാൻ ലഭിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ 50% ഒന്ന് പോലും പറയാൻ പറ്റില്ല, 52% വരെ ഇപ്പോൾ വനിതകളാണ് മത്സരിക്കുന്നത്, SC കാറ്റഗറി എല്ലാം കൂട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആലുവ മുനിസിപ്പാലിറ്റിയിൽ പോലും 2010 അന്നത് വനിതാ വാർഡാണ്. അപ്പോൾ റിസർവേഷനെ തള്ളിക്കളയാൻ പറ്റില്ല, വനിത ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് അന്ന് അവസരം ലഭിച്ചത്. അപ്പോൾ വനിതകൾക്ക് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ ശാക്തീകരിക്കപ്പെടാനുള്ള സാഹചര്യം വനിതകൾക്കാണ് കൂടുതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ വെച്ചാൽ മറ്റുള്ള ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ 48% നിന്ന് വേണം എല്ലാ തലങ്ങളിലേക്കുമുള്ളവർക്ക് പെട്ടെന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സീനിയേഴ്സ് നിൽക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാത്തൊരു ഒരു അവസ്ഥാവിശേഷമൊക്കെ ചിലപ്പോഴെങ്കിലും നിലനിൽക്കുമ്പോൾ വനിതകൾക്ക് യൂത്ത് കോൺഗ്രസിലെ വനിതകളാണെങ്കിലും വനിതകൾക്കൊരു പ്രയോറിറ്റി കിട്ടുകയാണ്. പിന്നെ അത് തന്നെ രാഹുൽ ഗാന്ധിജി ഇതിൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ ചുമതല വഹിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിൽ ഇലക്ഷൻ സംവിധാനം കൊണ്ടുവന്നത്. അപ്പൊ യൂത്ത് കോൺഗ്രസിൽ ഇലക്ഷൻ സംവിധാനം കൊണ്ടപ്പോൾ എല്ലാ തലങ്ങളിലും വനിതകൾക്ക് റിസർവേഷൻ. അപ്പൊ അവിടെയും നമുക്കൊരു അഡ്വാൻറ്റേജ് വന്നു. ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയത് തെരഞ്ഞെടുപ്പിലൂടെ ആയത് വനിതാ റിസർവേഷൻ 2 പേർ വനിതാ റിസർവേഷൻ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വനിത അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് ഞാനെന്ന് ഈ 2 ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ മറ്റൊരു വശമുണ്ട്. വനിത എന്ന് പറയുമ്പോൾ പൊതുവേ ഉള്ള ഒരു ചിന്താഗതിയിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴും സൊസൈറ്റിയിൽ വനിതകളുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ ചിലപ്പോൾ ഒരു വിമുഖത, ഒരു മടി ഏതെങ്കിലും തലത്തിലുള്ളവർക്കൊക്കെ ഉണ്ടാവും. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. നമ്മൾ എത്ര പ്രവർത്തിച്ചാലും ചിലപ്പോഴെങ്കിലും, എൻ്റെ കാര്യത്തിലല്ല, പൊതുവേ ഉള്ള ഒരു മുന്നിലാണ് നമ്മൾ, മുന്നിൽ നിൽക്കേണ്ടവരാണ്, മുന്നിൽ നിൽക്കണം. അപ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ട് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുകയാണ്. സിറ്റുവേഷനും പലപ്പോഴും അങ്ങനെയൊക്കെ ആകുന്നുമുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ ലെറ്റ് us ബ്രേക്ക് ദ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നിടത്താണ് ഒരു വനിത ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പൊളിറ്റിക്സിലും പബ്ലിക് ലൈഫിലും നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ശാക്തീകരിക്കണം. നമ്മളൊരു സെൽഫായിട്ട് തന്നെ നമ്മൾ ശാക്തീകരിച്ചുകൊണ്ട് നമുക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ച് തരുന്നത് മാത്രമല്ല പൊളിറ്റിക്സ് എന്ന് നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തണം. ചിലപ്പോൾ നമുക്ക് സ്വയം ഒരു ബോധ്യം വേണം. ഒരുപാട് വെല്ലുവിളി ഉണ്ടാകും. നമുക്ക് നമ്മുടെ അടുത്തിരിക്കുന്നവർ ചിലപ്പോൾ നമ്മളെ താഴത്തേക്ക് വലിച്ചിടുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ നമ്മളെ കൈയൊഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ അങ്ങനെയൊക്കെ വന്നാലും നമ്മൾ എടുക്കുന്ന ഓരോ സമയത്തെയും സ്റ്റാൻഡിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന ഒരാളല്ല. അതിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ, നമ്മൾ സ്ത്രീകൾ സാഹചര്യങ്ങളിൽ ശാക്തീകരിക്കപ്പെടാൻ നമ്മൾ തന്നെ സ്വയം ശ്രമിക്കണം. അതോടൊപ്പം വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവ് നമ്മൾ സ്വയം കണ്ടെത്തണം. അതല്ലാതെ നമ്മൾ കരയാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ നമ്മൾ ഇരുന്ന് കരയേണ്ട സ്ഥിതി അല്ലെങ്കിൽ കരയിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ പല സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പോലും കരയുന്നവരുണ്ടാകാം. പക്ഷെ അതങ്ങനെയല്ല, അത് ഇതല്ല, വേറെ കാര്യമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം, സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ് മൾട്ടി ടാസ്കിങ്ങിനുള്ള കഴിവുള്ളത്. ഇപ്പോൾ സ്ത്രീകൾക്ക് വീട് മാനേജ് ചെയ്യണം, അതേപോലെ തന്നെ ജോലി ഉണ്ടെങ്കിൽ അതും മാനേജ് ചെയ്യണം. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരു സ്ത്രീ ആണെങ്കിലും അവർക്ക് സ്വന്തം വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് വലുതാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ഈ പറയുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്. അപ്പോൾ ആ മൾട്ടി ടാസ്കിങ് എബിലിറ്റി നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇപ്പോൾ ദേശീയ ഭാരവാഹിയായി ഇരുന്നുകൊണ്ട് വാർഡിനെ മാനേജ് ചെയ്യേണ്ട വരും. അങ്ങനെയൊക്കെ നമുക്ക് കഴിയുന്നുണ്ടോ?
ആ മൾട്ടി ടാസ്കിങ് എബിലിറ്റി സ്ത്രീകൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിനെ എഫക്റ്റീവായി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതാണ് നമ്മുടെ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഇമോഷണലായിട്ട് ഇതിനെ കാണരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. നമുക്ക് ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാകാം, നമ്മുടെ പ്രസ്ഥാനത്തോട് നമുക്ക് ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാകാം. പക്ഷേ നമ്മൾ കാര്യങ്ങളെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം കൂടി മനസ്സിലാക്കി. ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിലെ ഒരു സാഹചര്യമാണ് 2015 മുനിസിപ്പൽ ചെയർപേഴ്സൺ 1 വർഷം കഴിഞ്ഞാൽ ജെബി മേത്തർ എന്ന് എല്ലാവരും എഴുതി വെച്ചിരുന്ന ഒരു സാഹചര്യം. അതിനെ ഇമോഷണലായി ഞാൻ കണ്ടിരുന്നെങ്കിൽ വേണമെങ്കിൽ ആ 1 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ എനിക്ക് അതൊരു ഇഷ്യൂ ആക്കായിരുന്നു. അല്ല, എന്താണ് 1 വർഷം കഴിഞ്ഞല്ലോ, ഞാനല്ലേ ആകേണ്ടത്. പക്ഷെ ഞാൻ അതിനൊന്നും നിന്നില്ല. ആ സമയത്ത് എൻ്റെ പ്രസ്ഥാനം എന്താണ് ഏൽപ്പിച്ചത്? ദേശീയ ഭാരവാഹിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ, അത് ചെയ്യൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അപ്പം അത് നടന്നില്ല. അന്ന് എനിക്കറിയാം. അപ്പം ചിലപ്പോൾ ചിലർ ചോദിക്കുമായിരിക്കും, അതിപ്പോൾ രാജ്യസഭ MP ആയില്ലേ. പക്ഷെ 2015-ലോ 2016-ലോ എനിക്കറിയില്ലല്ലോ രാജ്യസഭ MP 2022-ലാകും എന്നുള്ളത്. ആ സമയത്ത് നമ്മളൊരു കാം ആൻഡ് കമ്പോസ്റ്റ് ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ അത് നമ്മുടെ ഒരു ലോങ് ടേം പൊളിറ്റിക്സിൽ സഹായകരമായിരിക്കും. നമ്മൾ ഒരു ആവേശം കാണിക്കുന്നിടത്ത് നമ്മൾ ആവേശം കാണിക്കണം. സമരങ്ങളിൽ നമ്മൾ ബാരിക്കേഡിന് പുറത്ത് കയറണമെങ്കിൽ നമ്മൾ കയറണം. അതിനൊന്നും അങ്ങനെ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സംഘടനാപരമായി ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ അത് ഇൻ ദ ലോങ് റൺ നമുക്കത് സഹായകരമായി വരും. ഞാൻ ജനിച്ച കുടുംബത്തിൽ, അല്ലെങ്കിൽ ഞാൻ വളർന്ന കുടുംബത്തിൽ രാവിലെ പത്രം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാവിലെ പത്രവും ചായയോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശേഷങ്ങൾ സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അതിൻ്റേതായ പല നമ്മളെ ഒരു ട്രാക്കിലേക്ക് ആക്കാനൊക്കെ അതൊക്കെ തീർച്ചയായും ഒരു ഘടകം തന്നെ ആയിരിക്കും. സാധാരണ ഒരു ഫാമിലിയേക്കാൾ കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ഇതിലേക്കൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതേക്കുറിച്ചൊക്കെ ഒരു വ്യൂ, അല്ലെങ്കിൽ കോൺഗ്രസ് എന്നൊരു വികാരം, ഇതെല്ലാം ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ കേൾക്കുന്ന, കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന നേതാക്കന്മാരെയൊക്കെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെയൊക്കെ കാണുന്ന ഒരു സാഹചര്യത്തിലൂടെ വരുമ്പോൾ തീർച്ചയായും ഇതേക്കുറിച്ചൊരു കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ആ കാഴ്ചപ്പാടിനെ എപ്പോഴാണ് നമ്മൾ സീരിയസ് ആകുക എന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു പ്ലാൻ ചെയ്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരാളല്ല ഞാൻ പോലും ചിലപ്പോൾ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക്, എന്നാൽ ഞാനൊന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ച് ഇറങ്ങിയ ഒരു വ്യക്തിയുമല്ല. പക്ഷേ എനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു വികാരം സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഇതെല്ലാം കണ്ടതിനു, പാഠപുസ്തകങ്ങളിൽ നിന്നും ആ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ പഠിക്കുന്ന ആ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ പങ്ക്, മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, അവരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ഒരു വലിയ ആവേശം നമ്മളിലൊക്കെ ജനിപ്പിക്കാൻ ആ കാലഘട്ടത്തിലെ പുസ്തകങ്ങൾക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ അതിന് കഴിയുമോ എന്ന് നമുക്കറിയില്ല. എന്ന് വെച്ചാൽ ചരിത്രം പോലും മാറ്റി തിരുത്തി എഴുതപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ആ ചെറുപ്പത്തിൽ ആ വളർന്നു വന്ന സാഹചര്യം തീർച്ചയായും രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പാതയെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായകരമായിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് അതിൻ്റേതായ ചില നെഗറ്റീവ്സും ഉണ്ട് എന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ കുടുംബത്തിലല്ലാത്ത ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആ പ്രവർത്തനം മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നത് അവർ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നായിരിക്കും വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു രാഷ്ട്രീയ കുടുംബം എന്ന് പറയുന്നത് അതൊരു പ്യുവറായിട്ടുള്ള രാഷ്ട്രീയ കുടുംബമാണ്. എൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ പിതാവ് മുൻ KPCC പ്രസിഡൻ്റാണ്, 3 പ്രാവശ്യം ആലുവ MLA ആണ്, TO ബാവയാണ്. എൻ്റെ പിതാവിൻ്റെ പിതാവ് എന്ന് പറയുന്നത് MLA ആയിരുന്നു, KPCC ട്രഷറർ ആയിരുന്നു. അപ്പോൾ
പിതാവ് എന്ന് പറയുന്ന KMI മേത്തർ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള ഒരു രാഷ്ട്രീയ കുടുംബമാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് വരുന്നവരെ പലപ്പോഴും നമ്മുടെ പ്രവർത്തനം ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, അത് പ്രവർത്തനമൊക്കെ ഉണ്ട്, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പല സാഹചര്യങ്ങളും ആദ്യമൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ പ്രവർത്തിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊന്നും ഒരു കാര്യമല്ല, നമ്മുടെ പ്രവർത്തനം തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ തുടക്കത്തിൽ നമ്മുടെ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചായിരിക്കും. രാഷ്ട്രീയമായിരുന്നു. രാവിലെ നമ്മൾ കണ്ണു തുറന്നിരിക്കുന്നതും അപ്പോഴെല്ലാം വീട്ടിലെല്ലാം ചർച്ചയെല്ലാം രാഷ്ട്രീയമായിരുന്നു. ആ ഒരു കാഴ്ച അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? എൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ, ചിലപ്പോൾ ഒരു 3 വയസ്സുള്ളപ്പോൾ, എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല, പക്ഷേ എൻ്റെ ഉമ്മ എന്നോട് പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു കഥയാണ്. 3 വയസ്സായിരുന്നപ്പോൾ എന്നെയും എൻ്റെ കൂടെയുള്ള എൻ്റെ വാപ്പാടെ ബ്രദറിൻ്റെ മകനും ഞങ്ങൾ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തറവാട്ടിൽ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ 2 കുട്ടികളെയും കാണുന്നില്ല. രണ്ടുപേരുടെയും ഉമ്മമാര് വളരെ കരച്ചിലായി, കാണുന്നില്ല, കുട്ടികളെ കാണുന്നില്ല, എവിടെ പോയിന്ന് അറിയില്ല. രണ്ടുപേരും ഒരുമിച്ചാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഡ്രസ്സ് പോലും മര്യാദക്ക് ഇട്ടിരുന്നില്ല. വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു 3 വയസ്സുള്ള പ്രായത്തിന്റെ അതിലാണ്. പിന്നെ എല്ലാവരും പല സ്ഥലത്തേക്ക് ഓടി. ഒന്നാമത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലാണ് തറവാട്. പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡും റെയിൽവേ സ്റ്റേഷനും കുട്ടികളെ കാണാതെ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകാനൊക്കെയുള്ള സാധ്യത പോലും ഉള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ കാണാതായി ടെൻഷൻ അടിച്ച് വീട്ടുകാർ പാഞ്ഞു നടന്നു കഴിഞ്ഞ അവസാനം 2 പേരെയും കണ്ടെത്തിയത് എവിടെയായിരുന്നു വെച്ചാൽ, അന്ന് ശ്രീ K. കരുണാകരൻ്റെ ഒരു പരിപാടി മാസ് ഹോട്ടലിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നിടത്താണ് ഈ 2 പേരും മേത്ത് ചെളിയൊക്കെ ആയി കുട്ടികൾ ഇങ്ങനെ നോക്കി നിന്ന്. 2 പേരും ഈ പോലീസൊക്കെ, അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ. അപ്പോൾ അങ്ങനെയുള്ള ആ K. കരുണാകരൻ്റെ പ്രസംഗം കേട്ട് ഈ 3 വയസ്സുള്ള ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമില്ല, ഞങ്ങൾ 2 കുട്ടികൾ അത് കേട്ട് ആ പോലീസിനെയും കണ്ടതൊക്കെ നിന്ന് കഥ ഉമ്മ പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ ചെറിയ കുട്ടിയായിരുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇമാജിൻ ചെയ്യും, ആ സീൻ ഞാൻ കുറച്ച് ഇമാജിൻ ചെയ്യാറുണ്ട്. ശരിയായിരിക്കുമല്ലോ, ആ 3 വയസ്സുള്ളപ്പോൾ തന്നെ പോയി K. കരുണാകരൻ്റെ പ്രസംഗം കേട്ട് ആ 2 കുട്ടികൾ അവിടെ നിന്നല്ലോ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. അതൊരു ഉദാഹരണമാണ്. അതായത് അത്രയും അടുപ്പത്തിൽ. അതേപോലെ ഞാൻ ജനിച്ചപ്പോൾ തന്നെ, ഞാൻ എറണാകുളത്ത് കുഞ്ഞാലൂസ് ഹോസ്പിറ്റലാണ് ജനിച്ചത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണി, അന്ന് അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാവരും വന്ന് കണ്ടിരുന്നു എന്നൊക്കെ ഇപ്പൊ പല നേതാക്കന്മാരും. ഇപ്പൊ ഈ അടുത്ത് ശ്രീ ചെറിയാൻ ഫിലിപ്പേട്ടൻ എൻ്റെ അടുത്ത് കണ്ടപ്പോൾ പല കഥകളും പറഞ്ഞപ്പോൾ പറയുന്നു, അദ്ദേഹവും AK ആന്റണി സാറും കൂടിയാണ് വന്ന് ജനിച്ചപ്പോൾ കണ്ടത്, ഹോസ്പിറ്റലിൽ വരെ വന്ന് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആ കുടുംബ ബന്ധങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ളതൊക്കെ അത്രയും ചെറുപ്പത്തിലേ മുതലേ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ ഓർമ്മ വെച്ച സമയം മുതൽ ഇവരെല്ലാവരെയും കണ്ട് വളർന്ന ഒരാൾ തന്നെയാണ് ഞാൻ. രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടല്ല ഇവരെയൊക്കെ കണ്ടത്, പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ആ കാഴ്ചപ്പാടും എൻ്റെ അവരോടുള്ള സമീപനവും മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിലേക്ക് വരണതിന് മുമ്പ് നമ്മൾ എല്ലാവരെയും ചിലപ്പോൾ വിളിച്ചിരുന്നത് ചേട്ടാ എന്നൊക്കെ തന്നെയായിരിക്കും. പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറെന്ന് തന്നെ വിളിക്കുന്ന ഒരു തരത്തിലേക്ക്, അല്ലെങ്കിൽ AK ആന്റണി സാറെന്ന് വിളിക്കുന്ന തരത്തിലേക്ക് ഞാൻ ആ പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോഴും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ചെറുപ്പകാലത്ത് അവരെയൊക്കെ എങ്ങനെയാണോ കണ്ടത് അങ്ങനെയല്ല, മറിച്ച് രാഷ്ട്രീയത്തിലേക്ക് യൂത്ത് കോൺഗ്രസിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ഇവിടെ ആലുവയിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പണ്ടത്തെ ആ ഒരു കുടുംബപരമായിട്ടുള്ള ബന്ധം അത് അങ്ങനെ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായി ഇവരെയൊക്കെ കണ്ടിരുന്നത് എങ്ങനെയാണോ ഒരു യൂത്ത് കോൺഗ്രസ് ൊക്കെ പ്രവർത്തിക്കുന്നവർ ഇവരെ അഭിസംബോധന ചെയ്യുന്നത്, അവരായിട്ട് ഇടപഴകുന്നത്, അങ്ങനെ തന്നെയാണ് ഞാനും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ലായിരുന്നു എന്നുള്ളതും ഒരു പോസിറ്റീവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുടുംബപരമായ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ നമ്മുടെ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ ആദ്യമൊക്കെ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ഇല്ലായിരുന്നു എന്നുള്ളതൊരു വലിയ പോസിറ്റീവും അഡ്വാൻറ്റേജും കൂടിയാണ്. നമ്മൾ 2 വശവും പറയണമല്ലോ.
അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു. ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല എന്നുള്ളത്. ഇത്രയും നേതാക്കന്മാർ ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിലുള്ള ചുരുക്കം നേതാക്കളുണ്ടാവുള്ളൂ, കോൺഗ്രസ് നേതാക്കന്മാരെ. അപ്പോൾ അവരിലേക്ക് ഇപ്പോൾ ഓരോ ആളുകളെയും നമ്മൾ കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്ത് കുട്ടിക്കാലം മുതൽക്ക് അത് നമുക്ക് കിട്ടിയ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ രംഗത്ത് പിന്നീടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നമുക്ക് ആളുകളെ എങ്ങനെ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അവരെടുത്ത് എങ്ങനെ പെരുമാറാം, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഒരു ബാലപാഠം ഒരു പക്ഷേ കിട്ടിയ ഇത്ര നേതാക്കന്മാരിൽ നിന്ന് തന്നെ. തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ ആ ഒരു രീതികളിൽ നമ്മളെയൊക്കെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനയം എന്നുള്ളത് നമ്മൾ ചില നേതാക്കന്മാരിൽ നിന്ന് പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. വിനയത്തോടെ, അല്ലെങ്കിൽ വളരെ നമ്മളൊരു അരഗൻസിലേക്ക് കടക്കാതെ നമ്മൾ വളരെ വിനയത്തോടു കൂടി, ഇത് ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു സാധാരണ നമ്മുടെ ഒരു പ്രവർത്തകനായിരിക്കും, അല്ലെങ്കിൽ ഒരു KSUകാരനായിരിക്കും, അവരെയൊക്കെ നമ്മൾ ഒരു വിനയത്തോടെ നമ്മൾ പെരുമാറുക എന്നുള്ളത് പല നേതാക്കന്മാരുടെയും ഒരു ക്വാളിറ്റിയായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലരുടെയൊക്കെ കാര്യത്തിൽ, ഇപ്പോൾ വയലാർജിയുടെ കാര്യത്തിൽ വയലാർജിയുടെ ഒരു പ്രത്യേക നേച്ചറാണ്. വയലാർജി ആരെങ്കിലും വഴക്ക് പറഞ്ഞാലും അവർക്ക് സങ്കടമില്ല, എന്ന് വെച്ചാൽ അത് വയലാർജിയുടെ ഒരു നേച്ചറായി കണക്കാക്കപ്പെടുകയാണ്. പക്ഷെ അപ്പോഴും ഇവരുടെയൊക്കെ എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ പ്രവർത്തകരോടുള്ള ഒരു ആത്മബന്ധം നിലനിർത്താനൊക്കെ ഇവരൊക്കെ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമുക്ക് സ്ഥാനങ്ങൾ വരും, സ്ഥാനങ്ങൾ പോകും. പക്ഷേ എപ്പോഴും നമ്മൾ ഒരു സ്ഥാനത്ത് ഇരിക്കണം എന്നില്ല. നമ്മൾ ആ സ്ഥാനത്ത് വരുമ്പോഴും സ്ഥാനത്തില്ലാതിരിക്കുമ്പോഴും നമ്മൾ ഒരുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളോടൊപ്പം ഒരു നമ്മളെ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയായിരിക്കും. എനിക്ക് ആ കാര്യത്തിൽ ഒരു നിർബന്ധമുള്ള ആളാണ്. അതായത് ഞാനിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, അല്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ദേശീയ ഭാരവാഹി, KPCC സെക്രട്ടറി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്നിങ്ങനെയുള്ള പല സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ആലുവ മുനിസിപ്പാലിറ്റിയിലെ 22-ാം വാർഡിലെ 2010, 15, 20 മുനിസിപ്പൽ കൗൺസിലർ, അവിടെ വൈസ് ചെയർപേഴ്സൺ, രാജ്യസഭ MP. അപ്പം ഞാൻ യൂത്ത് കോൺഗ്രസ് കാലത്ത് പോലെ ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ആരെങ്കിലുടെയും ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവരുടെ ആ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ ആ ഫോട്ടോ ചിലപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇടും. അന്നൊന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ജെബി ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ രാജ്യസഭ MP ആയി ഇതേപോലെ തന്നെ ഞാനൊരു യൂത്ത് കോൺഗ്രസ് ഒരു ഫോട്ടോ, ഒരു കല്യാണത്തിന് പോയി ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ എൻ്റെ അടുത്ത് ഒരാൾ വളരെ കാര്യമായിട്ട് പറയണം, ജെബി പണ്ടത്തെ പോലെ യൂത്ത് കോൺഗ്രസ് പറഞ്ഞ അടക്കല്ല, ജെബി രാജ്യസഭ MP ആണ്, കല്യാണത്തിന് പോയ ഫോട്ടോ എന്തിനാണ് അതൊക്കെ ഫേസ്ബുക്കിൽ ഇടുന്നത്? അപ്പം ഞാൻ പറഞ്ഞൊരു മറുപടി, നമ്മൾക്ക് ഈ പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൽ അവർ നമ്മുടെ പാർട്ടിയുമായി അവർ നമുക്ക് വേണ്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. അവരുടെ കല്യാണത്തിന് നമ്മൾ പങ്കെടുത്ത് നമ്മൾ അവർക്ക് ആശംസകൾ നേർന്ന് നമ്മളതൊന്ന് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്കുള്ളൊരു റെക്കഗ്നിഷൻ കൂടിയാണ്. ചിലപ്പോൾ നമ്മളൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പഞ്ചായത്ത് സീറ്റ് പോലും കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു ഇമോഷണൽ ബോണ്ടിങ് എപ്പോഴും പ്രധാനപ്പെട്ടതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോഴത്തേനും, അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യം, അപ്പം നിങ്ങളെല്ലാവരും പറയുന്നത് എന്താ, ഞാനൊരു MP ആയിട്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ആ സന്തോഷം കിട്ടുന്നത് അത് വേണ്ട, അത് കഴിഞ്ഞ് ഞാൻ ഇനി ഒരു കാലത്ത് MP അല്ലാതാവുമ്പോൾ ഞാൻ വീണ്ടും ഇതൊക്കെ ഇട്ട് തുടങ്ങണമാണോ എന്ന ചോദ്യമാണ് എന്നോട് പറഞ്ഞവരോട് ഞാൻ തിരിച്ചു പറഞ്ഞത്. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഈ നേതാക്കന്മാരുടെ കാര്യങ്ങളിൽ നിന്ന് തന്നെ പഠിച്ച കാര്യങ്ങൾ. എന്താ വെച്ചാൽ സീറ്റ് കിട്ടാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, കിട്ടിയതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്, മന്ത്രിമാരാകുന്നതും അല്ലാതാകുന്നതും കണ്ടിട്ടുണ്ട്. ഇപ്പം ഏത് സാഹചര്യം വന്നാലും നമ്മളുടെ ഒരു ബേസിക് ഐഡൻറ്റിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ വല്ലാതെ ബാധിക്കില്ല. പക്ഷെ നേരെ മറിച്ച് ഇന്നിപ്പോൾ ഞാൻ ഈ സ്ഥാനത്താണ്, ഇനി ഞാൻ ഇങ്ങനെയായിരിക്കും എന്നുള്ള തരത്തിൽ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർക്കാണ് ഇതൊക്കെ ഇല്ലാതാകുമ്പോൾ കൂടുതൽ ഒരു സഫക്കേഷൻ, ഒരു ശ്വാസമുട്ട് പോലെ ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നേതാക്കന്മാരിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു പാഠം ഞാൻ പഠിച്ചിട്ടുള്ളത് വിനയത്തോടെയും താഴ്മയോടെയും ഒക്കെ പെരുമാറേണ്ടവരോട് പെരുമാറുക, നമ്മുടെ ഒരു
ഒരു ഹ്യൂമൻ ക്വാളിറ്റിയിൽ നിലനിർത്താൻ ബുദ്ധിമുട്ടുള്ളതും അതൊക്കെ തന്നെയായിരിക്കും. അഹങ്കാരം, അറഗൻസ് ഒക്കെ പെട്ടെന്ന് വരും മനുഷ്യർക്ക്. അത് വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇനി എത്രയൊക്കെ ഇങ്ങനെയൊക്കെ ആകാൻ ശ്രമിച്ചാലും ചിലർ നമ്മളെപ്പറ്റി പറയാൻ പോണത് ഓ ഭയങ്കര അഹങ്കാരമാണെന്നായിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് ഇനി കണ്ണടച്ചിരുട്ടാക്കുന്നവരെ കണ്ണ് തുറപ്പിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതൊക്കെ പിന്നെ ഇറ്റ്സ് പാർട്ട് ഓഫ് പൊളിറ്റിക്സ്. എത്രയൊക്കെ പ്രവർത്തിച്ചാലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് സൈഡ് പറയുന്നവരുണ്ടാകും. പക്ഷെ അതിനെയും നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്നത് അതും നമുക്ക് അവരിൽ നിന്നൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതും, അത് വലിയ പെരുപ്പിച്ച് പ്രശ്നമാക്കുന്ന നേതാക്കന്മാർ ചിലപ്പോൾ അത് പെരുപ്പിച്ച് പ്രശ്നമായവരുടെയൊക്കെ കഥകളും നമ്മൾ അടുത്ത് നിന്ന് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ബേസിക്കലി പഠിച്ചേക്കണം. ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് പെരുമാറ്റം തന്നെയാണ്. എനിക്കൊരു കുട്ടിക്കാലം മുതൽ ചോദിച്ചു കഴിഞ്ഞാൽ വനിത എന്നുള്ളതിനേക്കാളും ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളൊരു റോൾ മോഡലായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നത് ഒരു PT തോമസിനെയാണ്. PT ചേട്ടാ എന്നാണ് ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ 2 ബ്രദേഴ്സും ഇവിടെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവരൊക്കെ ഈ PT എന്ന സംസാരം വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. വീട്ടിൽ വരികയും ചെയ്യുമായിരുന്നു. എനിക്ക് പലപ്പോഴും PT-യുടെ പ്രത്യേകതകൾ മറ്റാർക്കും ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ചില നിലപാടുകൾ എടുക്കാനും ആ ഒരു പറയുവാനുള്ള കാര്യങ്ങൾ പറയുവാനും. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുറേ പേര് നിൽക്കുന്നുണ്ടെങ്കിലും ഒരു KSUക്കാരൻ നിൽക്കുന്നുണ്ടെങ്കിൽ PT ചേട്ടനാണെങ്കിൽ ചിലപ്പോൾ ആ KSUക്കാരൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ KSUക്കാരൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ടായിരിക്കുള്ളൂ ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്കൊക്കെ പോവുക. അപ്പം അങ്ങനെയുള്ളൊരു എപ്പോഴും ആ ഒരു റെസ്പെക്റ്റ് എനിക്ക് പ്രത്യേകമായി തന്നെ തോന്നിയിട്ടുള്ളത് PT തോമസിനോട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു വനിതാ റോൾ മോഡൽ എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ദിരാഗാന്ധി തന്നെയാണ്. നമ്മൾ അടുത്ത് ഒന്നും നമുക്ക് അങ്ങനെയല്ല. നമ്മളൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ ഒരു സാഹചര്യമൊക്കെ നന്നു. ആ മരിച്ചതും അന്ന് TV ഒന്നും അധികം വീടുകളിലില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെയൊക്കെ ഫാമിലിയിലുള്ള കുടുംബം ഞാൻ ആലോചിക്കുകയാണ്. അപ്പം അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഇന്ദിരാഗാന്ധിക്ക് ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അവർ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ആൾക്കാർ വന്ന് ആ അടക്കം ചെയ്യുന്നതും എല്ലാം അന്ന് കാണുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, ആ ഡിസിഷൻ മേക്കിംഗ് എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര ഇൻഫ്ലുവൻസ് തന്നെയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ ഒരു ലെവലിൽ പോലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന ഒരു ഭയം പൊതുവെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ആ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മളെടുത്ത തീരുമാനം ഒരു കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എനിക്കതിന് മറുപടി പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. ഇതാണ് തീരുമാനം, ഇതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടാണ് എടുത്തത് എന്ന് ആരോട് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷെ നമ്മൾക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യത്തിന്മേൽ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഇന്ദിരാഗാന്ധി ഒരു എന്തൊക്കെ പറഞ്ഞാലും അമേരിക്ക പോലത്തെ ഒരു രാജ്യത്ത് പോലും ഇതുവരെ ഒരു വനിതാ പ്രസിഡന്റ് ഇത്രയും വർഷത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറയും. അമേരിക്ക ഭയങ്കര പ്രോഗ്രസീവ് ആണെന്ന് നമ്മുടെ പൊതുവായ ചിന്താഗതിയാണ്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്നത് അമേരിക്ക പ്രോഗ്രസീവ് ആണെങ്കിൽ ഒരു വനിതാ പ്രസിഡന്റിനെ അവർക്ക് ഈ നമ്മുടെ ഒരു ഓർമ്മയിൽ തന്നെ 2 പേരെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരവസരങ്ങൾ അമേരിക്കയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഹിലറി ക്ലിന്റൺ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഫീലുള്ള വനിതാ പ്രസിഡന്റിനെ വേണമെങ്കിൽ അവർക്ക് കമലാ ഹാരിസിനെ തിരഞ്ഞെടുക്കായിരുന്നു. പക്ഷെ അതൊന്നും അമേരിക്ക തിരഞ്ഞെടുക്കല്ലോ. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയണേ, ഇന്ത്യയിൽ കമലാ ഹാരിസിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതിൽ കമലാ ഹാരിസ് നേരിടേണ്ടി വന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു ഉപദേശം പോലെ പറയുകയാണ്, ഇഫ് യു ആർ ഗോയിങ് ഫോർ എ മീറ്റിംഗ് make sure at least you take a foldable chair with you and make sure you sit around the table. എന്ന് വെച്ചാൽ അമേരിക്ക പോലെയുള്ള ഇത്രയും വലിയ പ്രോഗ്രസീവ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു കമലാ ഹാരിസിന് പോലും പറയേണ്ടി വരുന്നത്, നിങ്ങളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ
അവിടെ ഇടമില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൾഡബിൾ കസേരയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ ആ ടേബിളിന് ചുറ്റും ഇരിക്കണം എന്ന് ഉറപ്പുവരുത്തുക എന്ന് കമലാ ഹാരിസിന് പറയേണ്ടി വരുമ്പോൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ പലപ്പോഴും ടേബിളിന് ചുറ്റും ഇരിക്കാൻ സ്ത്രീകൾ ഒരു സെൽഫായിട്ട് പിൻവലിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു പ്രചോദനം ആരാണ് എന്ന ചോദ്യത്തിന് തീർച്ചയായും അത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. പിന്നെ സോണിയാഗാന്ധിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കൈവെള്ളയിൽ സ്ഥാനം കൊണ്ടുവന്ന് എല്ലാവരും വെച്ചപ്പോഴും വേണ്ട എന്ന് പറയാൻ കാണിച്ചത് അത് ഒരു വലിയ സാക്രിഫൈസ് തന്നെയാണ്. ആ ജീവിതം തന്നെ ഒരു സാക്രിഫൈസാണ്. അപ്പോൾ സ്ഥാനമല്ല ഏറ്റവും വലുത് എന്നുകൂടി തെളിയിക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു അതൊക്കെ. അപ്പോൾ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഈ കുട്ടിക്കാലം മുതലുള്ള ഒരു പഠനം പിന്നെ ചെറുതായിട്ടെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടന്നു വന്നത് എപ്പോഴായിരുന്നു? പിന്നീട് എൻ്റെ സ്കൂൾ ജീവിതം എന്നൊക്കെ പറയുന്നതൊന്നും സാധാരണ കുട്ടികൾക്കൊക്കെ ഉള്ള പോലത്തെ ഒരു പഠിത്തത്തിൻ്റെ പ്രഷർ ഒന്നും എൻ്റെ വീട്ടുകാർ എനിക്ക് തന്നിരുന്നില്ല. അതായത് പഠിച്ചോട്ടെ, പഠിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തരുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഫിസിക്സിന് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് എന്താണ് അത് ഭയങ്കര നല്ല മാർക്ക് കിട്ടുന്നതുകൊണ്ടല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഒരു ചുമന്ന വര വന്നെങ്കിൽ പോലും എൻ്റെ വാപ്പ ആകെ കൂടി എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് റിപ്പോർട്ട് കാർഡിൽ എവിടെ ഒപ്പിടണം എന്നുള്ളത് മാത്രമാണ്. പിന്നെ എവിടെ ഒപ്പിടണം, അവിടെ ഒപ്പിടണം. ഇപ്പോൾ ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ ഒപ്പിടാൻ വളരെ ടെൻഷൻ അടിക്കുന്ന ആ സമയത്തും എനിക്ക് അതൊന്നും ഒരു വീട്ടിൽ, അല്ലെങ്കിൽ ഇപ്പം ഇന്ന് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു പോലും വിട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് സ്കൂളിൽ പോകണ്ട, അത്രേ ഉള്ളൂ. പക്ഷേ ആ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു ലൈഫിലത്തെ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് വിദ്യോദയ സ്കൂളിലാണ്. അവിടുത്തെ റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത്, ആ റിപ്പോർട്ട് കാർഡിൽ നമ്മുടെ പരീക്ഷാ മാർക്ക് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അസസ്മെൻറ്റ് എല്ലാ തരത്തിലും ഒരു 3-4 പേജുള്ള ഒരു റിപ്പോർട്ട് കാർഡായിരുന്നു. അപ്പോൾ ഒരു തവണ എൻ്റെ ക്ലാസ് ടീച്ചർ അതിലെഴുതി റിമാർക്സിലെഴുതി ഹെസിറ്റൻറ്റ് ടു ടേക്ക് അപ്പ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയാണ് എന്നെഴുതി. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ വാപ്പാടെ അടുത്ത് എൻ്റെ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യിക്കാൻ, എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും, റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യിക്കാൻ വന്നപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു, ജെബി, ഇങ്ങനെ ജീവിതത്തിൽ ഈ ഹെസിറ്റൻറ്റ് ടു ടേക്ക് അപ്പ് റെസ്പോൺസിബിലിറ്റി എന്ന് ജീവിതത്തിൽ ഒരാളെ കൊണ്ടും പറയിപ്പിക്കരുത്. എനിക്ക് അറിയാവുന്ന എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവ് എനിക്ക് ഒരു മകൾക്ക് നൽകിയിരിക്കുന്ന ഒരേ ഒരു ഉപദേശം അത് മാത്രമാണ്. പക്ഷെ അന്ന് എനിക്കതിൻ്റെ വ്യാപ്തി മനസ്സിലായില്ലെങ്കിലും അന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അതായത് എന്താണ് ഞാൻ ചെയ്യേണ്ട കാര്യം, എന്താണ് എന്നെ ഏൽപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി, എന്താണ് എൻ്റെ ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ആ ഒരു 8ാം ക്ലാസ് കുട്ടിയിൽ നിന്നുള്ള ജെബി മേത്തറിൻ്റെ ഒരു മാറ്റം. പക്ഷേ എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ്. നമ്മളൊരു ഫിസിക്സിനോ കെമിസ്ട്രിക്കോ മാർക്ക് കുറഞ്ഞതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ ഒരു പിതാവിന് മകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപദേശമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തുടങ്ങി. അതായത് പിന്നീടുള്ള എൻ്റെ ഒരു ലൈഫിൽ സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും എന്തുണ്ടെങ്കിലും പിന്നെ എല്ലാം എൻ്റെ തലയിലാണ്. അത് പ്രോഗ്രാം ആണെങ്കിലും അത് കോർഡിനേറ്റ് ചെയ്യുന്നതാണെങ്കിലും എല്ലാ തലങ്ങളിലും എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമായിട്ട് ജെബിനെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ലെറ്റ് ജെബി ഡു എന്നുള്ളൊരു തരത്തിലേക്ക് അത് ആ സ്കൂൾ കോളേജ് ജീവിതങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറഞ്ഞ് പലപ്പോഴും പല മീറ്റിങ്ങുകളിലൊക്കെ പണ്ട് മുതലേ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു ഒഫീഷ്യൽ ഭാരവാഹിത്വത്തിലേക്ക് വന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ആലുവ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായിട്ടാണ്. അപ്പോൾ അന്ന് മുതൽ ആ സമയത്തും ഒക്കെ തന്നെ അത് എങ്ങനെ വ്യത്യസ്തമായി ഓരോ കാര്യങ്ങളും ചെയ്യാം എന്നുള്ളതും ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു. അതാത് തലങ്ങളിലുള്ള പ്രസിഡന്റുമാർ എന്നെ ഏൽപ്പിക്കുന്ന, അതായത് അന്നൊരു രഹൻ രാജാണ് എൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്. ആ ബ്ലോക്ക് പ്രസിഡന്റ് എന്നെ എന്താണ് ഏൽപ്പിക്കുന്നത്, ഞാൻ അതിനെ എങ്ങനെ ബെസ്റ്റായിട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ എപ്പോഴത്തെയും ചിന്ത. അപ്പോൾ അന്ന് അത് കഴിഞ്ഞ് ഇലക്ഷൻ നടക്കുമ്പോൾ PC വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്,
ആ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവിടെ ഒരു ദേശീയ എക്സിക്യൂട്ടീവ്, നാഷണൽ എക്സിക്യൂട്ടീവ് നടക്കുകയാണ് ആലുവയിൽ വെച്ച്. ഈ ആലുവ പാലസിൽ വെച്ച് തന്നെ ദേശീയ ഇൻചാർജും വിഷ്ണുനാഥ്ജി എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ, ഞങ്ങൾ ആലുവയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവിടെ വെച്ച് ദേശീയ ഭാരവാഹി ചോദിക്കുകയാണ്, അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള ഇപ്പോൾ MLA ആണ്, അദ്ദേഹം ചോദിക്കുകയാണ് നമുക്കൊരു ക്യാമ്പ് കോർഡിനേറ്ററിനെ വേണം, ഇംഗ്ലീഷും ഹിന്ദിയും മാനേജ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും വേണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കൈവക്കാൻ പറയുമ്പോൾ ആരും കൈവക്കുന്നില്ല, ഞാനും കൈവക്കുന്നില്ല. എന്ന് വെച്ചാൽ എനിക്കും നമ്മുടെ ഒരു പൊതുവേ ഉള്ളൊരു ഇതൊക്കെ അറിയാമല്ലോ, നമ്മൾ കൈയൊന്നും പൊക്കാൻ നിന്നില്ല. പക്ഷേ അങ്ങനെ ആരും കൈ പൊക്കാതായപ്പോൾ അവസാനം അവരൊരു തീരുമാനത്തിൽ വിഷ്ണുജിയും ഈ അന്നത്തെ റിസ്വാൻ അർഷദ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഇൻചാർജും ഒക്കെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. ആ തീരുമാനത്തിലെത്തിയപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ജബീനെ നമുക്ക് ക്യാമ്പ് കോർഡിനേറ്റർ ആക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് നാഷണൽ എക്സിക്യൂട്ടീവ് എന്താണെന്ന് പോലും അറിയില്ല, പക്ഷേ എന്നെ ആക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പിന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ച, എല്ലാ സംസ്ഥാന പ്രസിഡന്റുമാരും ദേശീയ ഭാരവാഹികളും വരുന്നു, രാഹുൽജി വരുന്നു, അന്നത്തെ ദേശീയ പ്രസിഡന്റ് വരുന്നു, രാജീവ് സാത്തവ്ജി വരുന്നു, അങ്ങനെ വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും ഇവരുടെയൊക്കെ കൂടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു പരിപാടിയുടെ ഏകോപനവും അവരുടെ താമസവും അവരുടെ ഭക്ഷണവും അവരുടെ അറ്റൻഡൻസും ആ പ്രോഗ്രാം ചാർട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഇൻവോൾവായി. ചുരുക്കി പറഞ്ഞാൽ 3 ദിവസത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ളവരൊക്കെ ഈ നമ്മുടെ ആലുവയിലേക്ക് വന്നിട്ട് ഞാൻ ആ ക്യാമ്പിൽ മുഴുവൻ സമയം ഉണ്ടായിട്ട് എനിക്കൊരു ഫോട്ടോ പോലും ഇവരുടെ ആരുടെയും കൂടെ ഇല്ല. ലാസ്റ്റ് ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ വിഷ്ണുനാഥ്ജിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം നന്നായി വിഷ്ണുജി, പക്ഷെ ഒരു കാര്യം മാത്രം പറ്റിയില്ല. അപ്പോൾ ചോദിച്ചാൽ എന്തു പറ്റി? അല്ല, ഞാൻ ആരുടെയും കൂടെ ഒരു ഫോട്ടോ പോലും എടുത്തില്ല. എന്നെ രാഹുൽജിയുടെ ലൈനപ്പിൽ വരെ ഞാനുണ്ടായി, പക്ഷെ ആ സമയത്ത് ആരോ എന്നെ വിളിച്ചു. അന്ന് PC വിഷ്ണുനാഥ്ജി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജബി വിഷമിക്കണ്ട, ഇനിയും ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടും ഇവരുടെയൊക്കെ ഒപ്പം ഫോട്ടോ എടുക്കാൻ. അതായത് ഒരു യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലെ ഒരു വികാരമാണ് അന്ന് ഞാൻ പ്രകടിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമായിരുന്നു. അന്ന് ഞാൻ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ എല്ലാവരും എൻ്റെ പ്രവർത്തനത്തെയാണ് ശ്രദ്ധിച്ചത്. ആ പ്രവർത്തനത്തെ ശ്രദ്ധിച്ച് ഓരോ തലങ്ങളിലേക്ക് ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അങ്ങോട്ടുള്ള ഈ നിമിഷം വരെയുള്ള നോക്കിക്കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. നമ്മളെ ഓരോ കാലഘട്ടത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം നാഷണൽ ട്രെയിനിങ് ടീമിൻ്റെ ഭാഗമായി, സംസ്ഥാനത്തിൻ്റെ ഭാഗമായി, ദേശീയ ടീമിൻ്റെ ഭാഗമായി പോകാത്ത സംസ്ഥാനങ്ങളില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ദേശീയ ഭാരവാഹി എന്നുള്ള തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും എന്താണ് നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം? അവിടെയാണ് വാപ്പാടെ ഉപദേശത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു മുനിസിപ്പൽ കൗൺസിലറുടെ ആയിരിക്കും. ദേശീയ ഭാരവാഹിയായി ഡൽഹിയിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവിടെ എന്നെ ആരെങ്കിലും വിളിച്ച്, മോളെ ജബി എൻ്റെ വീട്ടിൽ നിറച്ച് ചൊറിയുമ്പോഴുമാണ് എന്ന് കോള് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് എൻ്റെ വാർഡിലുള്ളവർ. അവർ വിളിക്കുമ്പോൾ ഞാൻ അവരോട് തിരിച്ച് ഞാൻ ദേശീയ കമ്മിറ്റിയിൽ ഇരിക്കുകയാണ് എന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ പറയുന്നത്, ചേച്ചി കുഴപ്പമില്ല, ഞാൻ ആരെങ്കിലും വിടാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ അടിക്കാം, അല്ലെങ്കിൽ കല്ലുകടവ് റോഡിലെ ലൈറ്റ് കത്തണുള്ള മോളെ എന്ന് വിളിച്ച് പറയുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊരു ബാലൻസിങ് ആണ്. അതായത് അതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി, ഡിഫറെൻറ്റ് ലെവൽ റെസ്പോൺസിബിലിറ്റിയാണ്. ദേശീയ ഭാരവാഹിയായി ഇരുന്നുകൊണ്ട് വാർഡിലത്തെ ഒരു കൗൺസിലറായി ഇരിക്കുക എന്ന് പറയുന്നത് രണ്ട് ലെവലിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതെല്ലാം നടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. അതിനായിട്ടാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പാത്ത് ഡ്രോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എന്താ ഏൽപ്പിക്കുന്നത്, ആ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ദേശീയ ഭാരവാഹിയായിരിക്കുമ്പോൾ തന്നെ എന്നെ KPCC സെക്രട്ടറി ആക്കി. KPCC സെക്രട്ടറി ആക്കിയിട്ട് എനിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൻ്റെ ചാർജാണ് നൽകിയിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? മണലൂരിൽ പോയി ഓരോ മണ്ഡലം തലത്തിലുള്ള യോഗങ്ങൾ. അപ്പോൾ അങ്ങനെ ഓരോ തലങ്ങളിലും PC വിഷ്ണുനാഥ്ജിയോടൊപ്പമുള്ള മാനവിക യാത്ര, അതേപോലെ യുവജന യാത്ര, ഡീൻ കുര്യാക്കോസാണ് പിന്നീട് വന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിലാണ് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയത്. അദ്ദേഹത്തോടൊപ്പം കേരളത്തിൽ ഞങ്ങൾ പദയാത്രയിൽ മുഴുവൻ സമയവും 48 ദിവസം എടുത്തുകൊണ്ട് കാസർഗോഡ് നിന്ന്
നമ്മൾ പാറശാല വരെ നടന്ന പദയാത്രയിൽ ഫുൾ ടൈം ഉണ്ടായിരുന്ന ഒരു പദയാത്രയാണ് ഞാൻ. അപ്പോൾ ഈ നമ്മൾ പെട്ടെന്ന് വന്ന് ഒരു ഉത്തരവാദിത്തം സംസ്ഥാന പ്രസിഡന്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ഈ ഒരു പാതയിൽ, ഈ ഒരു പാത്തിൽ നമുക്ക് പല നേതാക്കന്മാരിൽ നിന്നും ലഭിച്ച അവരുടെയൊക്കെ അറിഞ്ഞോ അറിയാതെയുള്ള കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ മഹിളാ കോൺഗ്രസിൻ്റെ എന്താണ് ഇതിൻ്റെ സ്ട്രെങ്ത്ത്, എന്താണ് വീക്ക്നെസ് എന്ന് മനസ്സിലാക്കാനാണ് ആദ്യം ഞാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും മേഖലാ യോഗങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റ് ഡയറക്റ്റ് ചെന്നുകൊണ്ട് അവിടെയുള്ളവർ സംസാരിക്കുന്നത് പറയുന്നതാണ് ഞാൻ കേട്ടത്. ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് പകരം അതിനുശേഷം പുനഃസംഘടനയിലേക്ക് കടന്നു. പുനഃസംഘടന ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞങ്ങൾ ഏറ്റുമാനൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഇതേപോലെ ഒരു യോഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 22 വർഷം മണ്ഡലം പ്രസിഡൻറ്റും പിന്നീട് 17 വർഷം ബ്ലോക്ക് പ്രസിഡൻറ്റുമായ ഒരു അന്നമ്മ മാണിച്ചേച്ചി എണീറ്റെന്ന് പറയാണ്, ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ വളരെ സന്തോഷത്തിലാണ് പറഞ്ഞത്, മണ്ഡലം പ്രസിഡൻറ്റും ബ്ലോക്ക് പ്രസിഡൻറ്റും. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, ഒരു 42 വയസ്സുള്ള ഒരു ആള്, ആ ആള് ജനിച്ചപ്പോൾ മുതൽ ഏറ്റുമാനൂരിൽ മഹിളാ കോൺഗ്രസിൻ്റെ മുഖമായി കാണുന്നത് അന്നമ്മ മാണി ചേച്ചിയാണ്. നമ്മൾ അന്നമ്മ മാണി ചേച്ചിയോട് കാണിക്കുന്ന ഒരു അനീതി കൂടിയാണ്. ഇത്രയും വർഷത്തിനിടയിൽ പല തലങ്ങളിലേക്ക് എത്തേണ്ടതായിരുന്നു. നമ്മൾ ആ സംഘടനയോട് ചെയ്യുന്നതും ഒരു അനീതിയാണ്. ഫ്രഷ് ഫേസുകളെ ഏതെങ്കിലും സമയത്ത് വന്നുകൊണ്ടിരുന്നാലാണ് ഒരു സംഘടനയ്ക്ക് ആ ഒരു വൈബ്രൻസി വരികയുള്ളൂ. ഞാൻ KPCC, എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു പൊളിറ്റിക്കൽ ജേർണി എല്ലാവരുടെയും മുന്നിലുണ്ട്. അതായത് ഇനിയിപ്പോൾ അത് ആർക്കും മായ്ച്ചു കളയാൻ സാധിക്കില്ലല്ലോ. അതായത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഏറ്റവും അടിത്തട്ട് എന്ന് പറയുന്നത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം 2010-ലും 15-ലും 20-ലും ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് തീരുമാനമെടുക്കുന്നത് ജെബി മേത്തർ മത്സരിക്കണം എന്നുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കണം എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ രാജ്യസഭയിലേക്കേ പോകുള്ളൂ എന്നല്ല ഞാൻ 2010 പറഞ്ഞത്. 2010 ഞാൻ പറഞ്ഞത്, അവിടുത്തെ അതും KPCCന്ന് കത്തുമായി വന്ന് വാർഡിൽ മത്സരിച്ച ഒരാളല്ല ഞാൻ. എൻ്റെ വാർഡിൽ വാർഡ് കമ്മിറ്റി കൂടുന്നു. ഏറ്റവും മുതിർന്ന മുകുന്ദൻ ചേട്ടൻ എന്ന് പറയുന്ന മുകുന്ദൻ ചേട്ടൻ എന്നോട് പോലും ചോദിക്കാതെ, ഞാൻ ആ മീറ്റിങ്ങിലുണ്ട്. ഞാനെന്ന് വെച്ചാൽ അന്ന് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ ആ മീറ്റിങ്ങിലുണ്ട്. എന്നോട് അവിടെ വെച്ച് പറയുന്നു, നമുക്ക് ജെബിയെ സ്ഥാനാർത്ഥിയാക്കാം. അപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. അപ്പോൾ ഓരോ സമയത്തും നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം 2010-ലും 15-ലും 20-ലും ഞാൻ ആലുവ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചതാണ്. 2015-ൽ ആലുവ മുനിസിപ്പാലിറ്റിയിൽ വനിതാ ചെയർപേഴ്സണായി. അന്ന് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ചെയർപേഴ്സന്റെ ചർച്ച വന്നപ്പോൾ സീനിയർ ആയിട്ടുള്ള ലിസി ചേച്ചിയെ ആദ്യത്തെ 1 വർഷവും പിന്നത്തെ 4 വർഷവും ജെബി മേത്തർ എന്ന് എല്ലാ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും കൂടി എഴുതി വെച്ച്, ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടതല്ല, പക്ഷെ അങ്ങനെ എഴുതി വെച്ച് പത്രങ്ങളിലും എല്ലാത്തിലും വന്നൊരു കാര്യമാണ്. പക്ഷെ ആ 1 വർഷം കഴിഞ്ഞപ്പോഴും രാജിവെക്കാനോ അല്ലെങ്കിൽ മാറാനോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പാർട്ടിയും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യത്തെ 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് 2020 ആയപ്പോൾ പാർട്ടി എന്നോട് വീണ്ടും പറഞ്ഞു, ഇനി മത്സരിക്കും, വൈസ് ചെയർപേഴ്സൺ ആകൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ തിരിച്ച് പാർട്ടിയോട് ചോദിച്ചില്ല, നിങ്ങളല്ലേ എന്നോട് 2015-ൽ പറഞ്ഞത് 16 മുതൽ ജെബിയാണ് ചെയർപേഴ്സൺ, അപ്പൊ പിന്നെ എന്നോട് ഇപ്പോൾ വൈസ് ചെയർപേഴ്സൺ? അങ്ങനെയൊന്നുമല്ല ഞാൻ പ്രതികരിച്ചത്. അപ്പൊ എന്നോട് 3ാമതും നിൽക്കാൻ പറഞ്ഞു. ദേശീയ ഭാരവാഹിയായ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹിയായ എന്നോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മത്സരിച്ചു. ഞാൻ വീണ്ടും അവിടെ വന്നപ്പോൾ വൈസ് ചെയർപേഴ്സണായി. ഞാൻ അതെല്ലാം വളരെ, എനിക്ക് ആ സമയത്തും ഞാൻ അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അത് എൻ്റെ ഇലക്ട്രൽ ബയോഡേറ്റയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓർഗനൈസേഷനിൽ നോക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, നാഷണൽ ട്രെയിനിങ് കോർഡിനേറ്റർ, ദേശീയ ഭാരവാഹി, ദേശീയ ഭാരവാഹി, ഇതെല്ലാം കഴിഞ്ഞ് KPCC സെക്രട്ടറി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു രാജ്യസഭയിലേക്ക് നമ്മുടെ പേര് വരുമ്പോൾ പെട്ടെന്ന് പിന്നെ ചർച്ച എന്താണ്? ഇതൊന്നും ആരും ചർച്ച ചെയ്യില്ല. അതായത് നമ്മൾ 3 പ്രാവശ്യം ആലുവ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചതോ ജയിച്ചതോ യൂത്ത് കോൺഗ്രസിൻ്റെ
സംസ്ഥാന ഭാരവാഹിയായിരുന്നതോ ദേശീയ ഭാരവാഹിയായിരുന്നതോ KPCC സെക്രട്ടറി ആയിരുന്നതോ ഒന്നും അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയതോ ഒന്നും ചർച്ചയല്ല. പിന്നെ പ്രശ്നം ജെബിക്കത് കിട്ടിയതാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇപ്പോഴത്തെ MLA-മാരുടെ എല്ലാ പാർട്ടിയുടെ എടുത്ത് നോക്കിക്കോ, കോൺഗ്രസിന്റെ എടുത്ത് നോക്കിക്കോ, MLA-മാരുടെ എടുത്ത് നോക്കിക്കോളൂ, MP-മാരുടെ എടുത്ത് നോക്കിക്കോളൂ. അതിലൊക്കെ എത്ര പേർ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ മത്സരിച്ചിട്ടാണോ അവരൊക്കെ MLA-മാരുടെ തന്നെ എടുത്തു നോക്കാം. അവരൊക്കെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അവർ ഓരോ ഭാരവാഹിത്വത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് അവസരം വരുന്നു, അവർ മത്സരിക്കുന്നു, ചിലർ ജയിക്കുന്നു, ചിലർ തോൽക്കുന്നു. പക്ഷെ ഞാൻ എല്ലാ സമയത്തും ഈ പറയുന്ന സംസ്ഥാന ഭാരവാഹിയും ദേശീയ ഭാരവാഹിയും ഒക്കെ ആവുമ്പോഴും എന്നോട് വാർഡിൽ മത്സരിക്കാൻ പറയുമ്പോൾ വളരെ അനുസരണയോടെ മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അത്തരത്തിലുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും ഇഗ്നോർ ചെയ്യുക, വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് കിട്ടുന്നത് ഒരു രാജ്യസഭയാണ് എന്നുള്ള തരത്തിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ലാഘവത്തോടു കൂടി എടുത്താൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്ക്. ഇത് ഇത്രയും നമ്മൾ പ്രവർത്തിച്ചത് അവർ കാണുന്നില്ല, അറിയുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. അത് കുഴപ്പമില്ല, അവർക്ക് അവരുടേതായ അല്ല പെട്ടെന്ന് കടന്നുകൂടിയെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ എനിക്കും അത്ഭുതമായിരുന്നു. ഞാൻ ഇനി അതിൻ്റെ കാര്യം കൂടി പറയാം. ഞാൻ അന്ന് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണാണ്. വൈസ് ചെയർപേഴ്സണായി ഞാൻ അന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആ ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് തന്നെ ശരിക്ക് പറഞ്ഞാൽ കുറച്ചൊരു മറ്റേ പി ചിദംബരം പിടിക്കുന്ന ബാഗൊക്കെ പിടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്ത്. ഇത് കഴിഞ്ഞിട്ട് എന്നെ KPCC ഒരു യോഗത്തിൽ വെച്ച് ഡീൻ കുര്യാക്കോസ് MP എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ജെബി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കണ പോലെയാണല്ലോ ആലുവ നഗരസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആലുവ നഗരസഭയിലാണെങ്കിലും എൻ്റെതായ ഒരു സ്റ്റൈലിലൊക്കെ എൻ്റെ ഐഡന്റിറ്റിയിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാനും അത് തമാശക്ക് അന്നൊന്നും ഞങ്ങളുടെ ഒന്നും മനസ്സിൽ ആരുടെയും മനസ്സിൽ അത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ പാർലമെന്റിൽ എത്തുന്നുള്ള ചിന്തയൊന്നും നമുക്കാർക്കില്ല. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ആലുവ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ ബഡ്ജറ്റ് അത്രയും പ്രധാനപ്പെട്ട സംഭവമായതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട അതിൻ്റെ സ്പീച്ചൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തത് ആഴ്ചകൾ എടുത്തുകൊണ്ടാണ് ആലുവ മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റ് പ്രസംഗം ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മേഖലാ യോഗങ്ങൾ അത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ളത് പൂർത്തീകരിച്ചിരുന്നു. പക്ഷെ രാഹുൽജിയുടെ ഭാരത് ജോഡോ യാത്ര വന്നതുകൊണ്ട് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ളത് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ചെയർമാൻ ശ്രീ ജോണേട്ടനോട് പറഞ്ഞു, ജോണേട്ട ഒന്ന് കൗൺസിലും വിളിച്ച് ഞാൻ എൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയും വിളിച്ചിട്ട് എനിക്കതൊന്ന് തീർത്തിട്ട് വേണം എനിക്ക് എൻ്റെ മേഖലാ യോഗങ്ങളൊന്ന് ഷെഡ്യൂൾ ഇടാമെന്ന് പറഞ്ഞ് അത് മാർച്ച് ഈ പറയുന്ന 17-ആം തീയതി കൗൺസിൽ യോഗം ഞാൻ അറ്റൻഡ് ചെയ്ത് 18-ആം തീയതി ഞാൻ എൻ്റെ ഫൈനാൻസ് കമ്മിറ്റിയും കൂടി ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം DGP ഓഫീസ് മാർച്ച് വെച്ചേക്കാണ്. KSU പെൺകുട്ടിയെ അവിടെ തിരുവനന്തപുരം കോളേജിൽ വലിച്ചഴിച്ചതിൻ്റെ ഒരു ഇഷ്യൂവിൽ മഹിളാ കോൺഗ്രസ് DGP ഓഫീസ് മാർച്ച് വെച്ച് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ രാജ്യസഭാ ചർച്ചകളൊക്കെ ഒരു 1.5 മാസമായിട്ട് നടക്കുന്നുണ്ട്. പലരുടെയും പേരുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനും ബാക്കിയുള്ളവരെ പോലെ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഫൈനാൻസ് കമ്മിറ്റി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കോള് വരുന്നത്. നമ്മുടെ മീഡിയയിലുള്ള സുഹൃത്തുക്കൾ, അപ്പം മീഡിയയിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ മീഡിയയിലുള്ള ചില സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജെബിയുടെ പേരും രാജ്യസഭയുടെ അന്തരീക്ഷത്തിൽ ജെബിയുടെ പേരുണ്ടെന്ന് പറഞ്ഞു. അന്തരീക്ഷത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഇനി അതിൻ്റെ ഒരു കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ പാർലമെന്റ് ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനോ ഏത് വന്നാലും എൻ്റെ പേര് പാനലിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്, എവിടേക്കോ ചർച്ച ചെയ്യും. പക്ഷെ എല്ലാ തവണയും എന്നോട് മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കാൻ പറയും. ഞാൻ വളരെ ആവേശത്തോടു കൂടി മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കും. ഇപ്പം നിങ്ങൾ പറയണത് രാജ്യസഭയുടെ പേരിൽ എൻ്റെ പേരുണ്ടോയെന്നാണോ പറയണത് എന്നൊക്കെ വെറുതെ തമാശക്ക് പറഞ്ഞു. ഞാൻ വീണ്ടും ഇരുന്ന് എൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്മാരെ, നിയോജകമണ്ഡലം പ്രസിഡന്റ്മാരെ നാളെ നടക്കാൻ പോകുന്ന DGP ഓഫീസ് മാർച്ചിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേർത്തല എത്തിക്കഴിഞ്ഞപ്പോൾ, ഇവിടെ നിന്ന് പോയി ചേർത്തല എത്തിക്കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ബ്രേക്കിംഗ് ന്യൂസാണ്. അതോടുകൂടി അത് പാനലായിട്ട് AICCക്ക് അയച്ചു എന്നുള്ള വാർത്ത വന്നതോടുകൂടി മീഡിയയും വിളിക്കാൻ തുടങ്ങി.
നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുതൽ ഞാൻ ഇനി സത്യം പറയാം,